നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സിനകത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജി സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അല്ലേ, വേറൊരു ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് TF ബോർഡിലോൺ ആണ്. ആരാണ്? TF ബോർഡിലോൺ, ഒരു വിദേശിയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആര് എന്ന് ചോദിച്ചാൽ TF ബോർഡിലോൺ. ഒരു മാർക്കാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ. ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ വൃക്ഷങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ സമഗ്രമായിട്ട് അവിടുത്തെ വൃക്ഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയത് ആര് എന്ന് ചോദിച്ചാലും TF ബോർഡിലോൺ ആണ്. അപ്പോൾ TF ബോർഡിലോൺ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ. ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? TF ബോർഡിലോൺ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് തേക്ക് മരങ്ങളുമായി ബന്ധപ്പെട്ട് അത് വച്ച് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ടെക്നിക്കുണ്ട്, സ്റ്റംപ് നടീൽ എന്ന് പറയും. സ്റ്റംപ് നടിയിൽ ഏത് വൃക്ഷവുമായി ബന്ധപ്പെട്ട വച്ച് പിടിപ്പിക്കുന്നതിനുള്ള ടെക്നിക്കാണ് എന്ന് ചോദിച്ചാൽ സ്റ്റംപ് നടിയിൽ എന്ന് പറയുന്ന ടെക്നിക്ക് തേക്ക് മരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ തേക്കിൻ്റെ വിത്തുകളുണ്ട്. തേക്കിൻ്റെ വിത്തുകൾ എന്ത് ചെയ്യും? നഴ്സറി വെച്ചിട്ട് എന്ത് ചെയ്യും? മുളപ്പിക്കും. നഴ്സറി വെച്ച് മുളപ്പിക്കുമ്പോൾ അതിൻ്റെ വേര് ഒരു 10-15 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ അതിൻ്റെ വേരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണ്ഡം ഒരു 2.5 സെൻറ്റിമീറ്റർ വച്ചിട്ട് അതെന്ത് ചെയ്യും? ബാക്കി മുറിച്ച് കളയും. ഈ പറഞ്ഞ സാധനമാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിൽ നടുന്നത്. ഇതാണ് തേക്ക് നടുന്ന ഒരു രീതി, ഇപ്പോൾ പൊതുവേ സ്വീകരിച്ചു വരുന്ന രീതി. ഇത് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ പ്രചരിപ്പിച്ചത്, അത് വിജയകരമായി നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഒരാളുടെ പേരാണ് TF ബോർഡിലോൺ. TF ബോർഡിലോൺ. അപ്പോൾ സ്റ്റംപ് നടിയിൽ എന്ന് പറയുന്ന ടെക്നിക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തേക്ക് മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. തേക്ക് തോട്ടവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വേറൊരു ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ വേറൊരു കാര്യമാണ് റൂട്ട് ട്രെയിനർ തൈ. റൂട്ട് ട്രെയിനർ തൈ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്ക് നടിയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തേക്ക് തോട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൂട്ട് ട്രെയിനർ തൈ അല്ലേ, അത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ എന്താണ്? സ്റ്റംപ് നടിയിൽ എന്ന് പറയുന്ന ടെക്നിക്ക് തിരുവിതാംകൂറിൽ തേക്ക് മരങ്ങളുടെ കാര്യത്തിൽ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആര് എന്ന് ചോദിച്ചാൽ അത് TF ബോർഡിലോൺ ആണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ M രാമറാവു ആണ്. ആരാണ്? M രാമറാവു. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ ആരെഴുതി? M രാമറാവു. ആരാണ് M രാമറാവു? TF ബോർഡിലോണിന് ശേഷം തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് നിയമിക്കപ്പെട്ടയാളാണ് M രാമറാവു. TF ബോർഡിലോൺ ആണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയ ആളാണ് M രാമറാവു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓഫ് ട്രാവൻകൂർ അല്ലെ. ഫോറസ്റ്റ് ട്രീസ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? TF ബോർഡിലോൺ ആണ്. ശ്രദ്ധിച്ചു വെക്കണം, ഒരു മാർക്ക് ഇത്രയും പറഞ്ഞതിനകത്ത് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 1843-44 കാലഘട്ടത്തിൽ നിലമ്പൂർ തേക്ക് തോട്ടം വച്ച് പിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഹെൻറി വാലന്റൈൻ കനോലിയാണ്. ആരാണ്? ഹെൻറി വാലന്റൈൻ കനോലി. നമ്മൾ കനോലി പ്ലോട്ട് എന്നാണ് ആ തേക്ക് തോട്ടത്തിന് പറയുന്നത് അല്ലെ. ലോകത്തിലെ ഏറ്റവും പഴയ തേക്ക് തോട്ടം ഇന്ത്യയിലാണ്, അത് നിലമ്പൂരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം.
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ ഉള്ളതും എവിടെയാണ്? നിലമ്പൂരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതേസമയം ഏറ്റവും വലിയ തേക്ക് മരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം ഏത് എന്ന് ചോദിച്ചാൽ അത് കന്നിമരമാണ്. അതെവിടെയാണ്? അത് പറമ്പിക്കുളത്താണ്, പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്താണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ ഉള്ളത് എവിടെയാണ്? നിലമ്പൂരാണ്. അവിടെ ഈ പറഞ്ഞൊരു തേക്ക് തോട്ടമുണ്ട്. അതിന് നമ്മൾ പറയും കനോലി പ്ലോട്ട് എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട് എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ അത് ഈ പറഞ്ഞ നിലമ്പൂർ തേക്ക് തോട്ടം 1843-44 കാലങ്ങളിലാണ് അത് വച്ച് പിടിപ്പിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആര്? ഹെൻറി വാലന്റൈൻ കനോലി. ഹെൻറി വാലന്റൈൻ കനോലി അത് അയാൾ മലബാറിലെ ഈ പറഞ്ഞ കളക്ടറായിരുന്നു, സബ് കളക്ടറായിരുന്നു. ആര്? ഈ പറഞ്ഞ ഹെൻറി വാലന്റൈൻ കനോലി എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിലെ ആദ്യ തടി ഡിപ്പോ, തിരുവിതാംകൂറിലെ എന്ന് തന്നെ പറയണമെന്നില്ല, കേരളത്തിലെ ആദ്യത്തെ തടി ഡിപ്പോ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ തടി ഡിപ്പോ ആലപ്പുഴയിലാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ തടി ഡിപ്പോ സ്ഥാപിക്കപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം. എന്താണ് എസ്റ്റേറ്റ് വനങ്ങൾ? എന്താണ് എസ്റ്റേറ്റ് വനങ്ങൾ? അതായത് വനഭൂമി, അവകാശികളില്ലാത്ത വനഭൂമി സർക്കാരിലോട്ട് എത്തപ്പെടും. ഒരു വനഭൂമിക്ക് അവകാശികളില്ല എന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ ആരുടെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ അതിന് അവകാശികളില്ല എങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കും. അങ്ങനെയുള്ള വനഭൂമി സർക്കാർ ഏറ്റെടുക്കും. അങ്ങനെയുള്ള വനഭൂമിയെ പറയുന്നതാണ് ഏത്? എസ്റ്റേറ്റ് വനങ്ങൾ. അപ്പോൾ അവകാശികളില്ലാതെ സർക്കാരിലോട്ട് എത്തപ്പെടുന്ന വനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്റേറ്റ് വനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള വനം വകുപ്പിലോട്ട് വരാം. നമുക്കറിയാം കേരള വനം വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് വഴുതക്കാടാണ് അല്ലെ. കേരള വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാടാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വനം വകുപ്പിന്റെ മേധാവി, കേരള വനം വകുപ്പിന്റെ മേധാവിയെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ് അല്ലെ. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അല്ലെ. ചീഫ് കൺസർവേറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ്, അതാണ് ഈ പറഞ്ഞ വനം വകുപ്പിന്റെ മേധാവിയുടെ സ്ഥാനപ്പേര്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നിലവിൽ കേരള വനം വകുപ്പിന്റെ മേധാവി ആര് എന്ന് ചോദിച്ചാൽ രാജേഷ് രവീന്ദ്രനാണ് അല്ലെ. വനം വകുപ്പ് മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അതേസമയം വനം വകുപ്പ് മേധാവി ആരെന്ന് ചോദിച്ചാൽ, അതായത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജേഷ് രവീന്ദ്രനാണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വനം വകുപ്പിന്റെ ഘടന പറയുമ്പോൾ വനം വകുപ്പിനെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ 5 സർക്കിളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വനം വകുപ്പിനെ ഈ പറഞ്ഞ 5 ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ വനം വകുപ്പ് 5 ടെറിട്ടോറിയൽ സർക്കിളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 ആ പറഞ്ഞ വനം സർക്കിൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് സദേൺ സർക്കിൾ കൊല്ലം, സദേൺ സർക്കിൾ കൊല്ലം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നോർത്തേൺ സർക്കിൾ കണ്ണൂർ, ഏറ്റവും താഴെ സദേൺ സർക്കിൾ കൊല്ലം, നോർത്തേൺ സർക്കിൾ കണ്ണൂർ. ഇനി അത് കഴിഞ്ഞിട്ട് ഈസ്റ്റേൺ സർക്കിൾ പാലക്കാട്, ഈസ്റ്റേൺ സർക്കിൾ പാലക്കാട്. ഇനി അത് കഴിഞ്ഞിട്ട് സെൻട്രൽ സർക്കിൾ തൃശ്ശൂർ, സെൻട്രൽ സർക്കിൾ തൃശ്ശൂർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം. എന്നിങ്ങനെ ഈ പറഞ്ഞ വനം വകുപ്പിന് 5 സർക്കിളുകളുണ്ട്. അപ്പോൾ വനം വകുപ്പിന്റെ 5 സർക്കിളുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം സദേൺ സർക്കിൾ കൊല്ലം അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്? നോർത്തേൺ സർക്കിൾ. നോർത്തേൺ സർക്കിൾ എന്ന് പറയുമ്പോൾ എവിടെയാണ്? അങ്ങ് വടക്ക് വരണം, കണ്ണൂര്. ഇനി അത് കഴിഞ്ഞിട്ട് ഈസ്റ്റേൺ സർക്കിൾ, കിഴക്ക് ഭാഗത്ത് പോകണം, പാലക്കാട്. സെൻട്രൽ സർക്കിൾ, സെൻട്രൽ സർക്കിൾ എന്ന് പറയുമ്പോൾ ഏതായി? തൃശ്ശൂരായി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? ഹൈ റേഞ്ച് സർക്കിൾ, ഹൈ റേഞ്ച് സർക്കിൾ എന്ന് പറയുമ്പോൾ ഏതായി? കോട്ടയമായി. അപ്പോൾ അങ്ങനെ വനം വകുപ്പിന് 5 സർക്കിളുണ്ട്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സർക്കിളുകൾ, 5 സർക്കിളുകളെ പിന്നെ വനം ഡിവിഷനുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എത്ര വനം ഡിവിഷനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 25 വനം ഡിവിഷനുകളാണ്. അപ്പോൾ 5 സർക്കിളുണ്ട്, 5 സർക്കിളിനെ പിന്നീട് 25
വനം ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഡിവിഷനുകളെ പിന്നീട് റേഞ്ചുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മണ്ടയ്ക്ക് സർക്കിൾ, അതിന് താഴെ ഡിവിഷൻ, അതിന് താഴെ റേഞ്ച്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 5 വനം സർക്കിളുണ്ട്, 25 ഡിവിഷനുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്, അത് ഡിവിഷനുകളെ പിന്നീട് റേഞ്ചുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 5 വനം സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5 വനം സർക്കിൾ ഉള്ളതിൽ ഏറ്റവും വലിയ വനം സർക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ സദേൺ സർക്കിൾ കൊല്ലമാണ്. ഏറ്റവും വലിയ വനം സർക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ സദേൺ സർക്കിൾ കൊല്ലമാണ്. ഏറ്റവും ചെറിയ വനം സർക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നോർത്തേൺ സർക്കിൾ കണ്ണൂരാണ്. നോർത്തേൺ സർക്കിൾ കണ്ണൂർ. അപ്പൊ ഏറ്റവും വലിയ വനം സർക്കിൾ ഏതാണ്? സദേൺ സർക്കിൾ കൊല്ലം. അതേസമയം നോർത്തേൺ സർക്കിൾ കണ്ണൂരാണ് ഏറ്റവും ചെറിയ വനം സർക്കിൾ. ഇനി അത് കഴിഞ്ഞിട്ട് വനം ഡിവിഷൻ അല്ലെ, 25 വനം ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏത്? അത് നിങ്ങൾ തെറ്റിക്കത്തില്ല. ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നിയാണ്. ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതെന്ന് ചോദിച്ചാൽ റാന്നിയാണ്. ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അത് മറയൂരാണ്. ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ആണ് ഏത്? മറയൂർ അല്ലെ. ഏറ്റവും ചെറിയ വനം ഡിവിഷൻ മറയൂർ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ വനമില്ലാത്ത ജില്ല എന്ന് പൊതുവേ ഇതിനെ പറയാറുണ്ട്, ആലപ്പുഴ ജില്ലയെ പറയാറുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടം നമ്മൾ പഠിച്ചതാണ്. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് ആലപ്പുഴ. വനമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയിൽ ഒരു ഈ പറഞ്ഞ സംരക്ഷിത വനപ്രദേശമുണ്ട്. ആലപ്പുഴ ജില്ലയിലുള്ള സംരക്ഷിത വനപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ വിയപുരം സംരക്ഷിത വനപ്രദേശം. റാന്നി ഡിവിഷന് കീഴിൽ വരുന്ന ഈ പറഞ്ഞ ഒരു സംരക്ഷിത വനപ്രദേശമാണ് വിയപുരം സംരക്ഷിത വനപ്രദേശം. അപ്പൊ ആലപ്പുഴ ജില്ലയിലുള്ള ഒരേ ഒരു സംരക്ഷിത വനപ്രദേശം ഏതെന്ന് ചോദിക്കും. ഏതാണ്? വിയപുരം. ചുമ്മാ അവിടോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റൂല, പാസ്സൊക്കെ എടുത്ത് വേണം അങ്ങോട്ട് പോകാൻ. കുട്ടനാടൊക്കെ സന്ദർശിക്കുന്നവര് പോകുന്ന ഒരു സ്ഥലമാണ് വിയപുരം. അപ്പൊ വിയപുരം സംരക്ഷിത വനപ്രദേശം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പറഞ്ഞു വന്നത് ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയാണ്, ഏറ്റവും ചെറിയ വനം ഡിവിഷൻ മറയൂരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ഏറ്റവും വലിയ റിസർവ് വനം, കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് റാന്നിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം ഏതാണ്? റാന്നി അല്ലെ. നമ്മൾ 1961 കേരള വന നിയമം പഠിച്ചിട്ടുണ്ട്. 1961 കേരള വന നിയമം. ആ കേരള വന നിയമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? ഏത് പ്രദേശത്തെയാണ് റിസർവ് വനമായി പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരിനുണ്ട്. ഒരു പ്രദേശത്തെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു നിയമമാണ് ഏത്? കേരള വന നിയമം 1961. ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്താണ്? റിസർവ് വനം. ഏറ്റവും വലിയ റിസർവ് വനം ഏത് എന്ന് ചോദിച്ചാൽ അത് റാന്നി ഡിവിഷനിലാണ് വരുന്നത്. റാന്നിയാണ്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എവിടെയെന്ന് ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് കോന്നിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. എവിടെയാണ്? കോന്നി. ഇത് രണ്ടും ഏത് ജില്ല? പത്തനംതിട്ട ജില്ല. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ഈ പറഞ്ഞ ജില്ല ഏതെന്ന് പഠിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ലയാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയാണ് അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും വലിയ റിസർവ് വനം ഈ പറഞ്ഞ എവിടെയാണ്? റാന്നിയിലാണ്. അതുപോലെ ഈ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ റിസർവ് വനം എവിടെയെന്ന് ചോദിച്ചാൽ കോന്നിയിലാണ്. ഏറ്റവും കൂടുതൽ തേക്ക് മരങ്ങൾ കേരളത്തിലുള്ളത് എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേക്ക് മരങ്ങളുള്ളത് എവിടെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അത് കോന്നിയിലാണ്. എവിടെയാണ്? കോന്നി, പത്തനംതിട്ട ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില സ്ഥാപനങ്ങളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള വന ഗവേഷണ കേന്ദ്രം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൂട്ടുകാർക്കൊക്കെ അറിയാം. അത് പീച്ചി, തൃശ്ശൂരാണ് അല്ലെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചി, തൃശ്ശൂരാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് പരിശീലന കേന്ദ്രങ്ങൾ. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ട്? ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് തരുന്നതിന് 2 കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ വനം വകുപ്പിന് കീഴിലുള്ള
ഫോറസ്റ്റ് പരിശീലന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്ന് വാളയാറാണ്. ഫോറസ്റ്റ് പരിശീലന കേന്ദ്രങ്ങൾ അല്ലെ, അതായത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വാളയാറുണ്ട്, വേറൊന്ന് എവിടെയുണ്ട്, അരിപ്പയുണ്ട്. അരിപ്പ അല്ലെ. വാളയാർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. വാളയാർ എവിടെയാണ്? പാലക്കാട്. അരിപ്പ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ പീച്ചി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പരിശീലന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് വാളയാറാണ്, വേറൊന്ന് എവിടെയാണ്, അരിപ്പയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന വനവൽക്കരണ പരിശീലന കേന്ദ്രം അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലെ. സംസ്ഥാന വനവൽക്കരണ പരിശീലന കേന്ദ്രം, അതായത് വനം വെച്ച് പിടിപ്പിക്കൽ, അത് മാനേജ് ചെയ്യൽ, അതൊക്കെ പഠിപ്പിക്കുന്ന കേന്ദ്രം, അതാണ് സംസ്ഥാന വനവൽക്കരണ പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത്. ഫോറസ്ട്രി ട്രെയിനിങ് സെന്റർ. ഫോറസ്ട്രി ട്രെയിനിങ് സെന്റർ എവിടെ എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് PTP നഗറിലാണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? PTP നഗറിലാണ്. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. ഇനി വനം വകുപ്പിന് കീഴിലുള്ള 2 പരിശീലന കേന്ദ്രങ്ങൾ വരുന്നത് എവിടെയൊക്കെയാണ്? വാളയാറും അരിപ്പയുമാണ്. വാളയാറ് പാലക്കാട് ജില്ല, അരിപ്പ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല. സംസ്ഥാന വനവൽക്കരണ പരിശീലന കേന്ദ്രം അഥവാ ഫോറസ്ട്രി ട്രെയിനിങ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് PTP നഗറിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്, നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? പീച്ചിയിലാണ്. എവിടെയാണ്? പീച്ചി അല്ലെ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സ്റ്റെമ്പ് നടീൽ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഈ പറഞ്ഞ സ്റ്റെമ്പ് നടീലിന് വേണ്ടിയിട്ട് എന്ത് വേണം? വിത്ത് വേണം. വിത്ത് മുളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ വിത്ത് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഈ പറഞ്ഞ കേരള ഫോറസ്റ്റ് സീഡ് സെന്ററിൽ നിന്ന് പോയിട്ട് വിത്തുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കേരള വന ഗവേഷണ കേന്ദ്രം ഫോറസ്റ്റ് റിസർച്ച് സെന്റർ എവിടെ നിന്നാണ് പഠിച്ചത്? അത് പീച്ചിയാണ് അല്ലെ. ആ പറഞ്ഞതിന്റെ ആ വളപ്പിൽ തന്നെ, അതായത് ഈ പറഞ്ഞ ഫോറസ്റ്റ് വന ഗവേഷണ കേന്ദ്രം, കേരള വന ഗവേഷണ കേന്ദ്രം, അതിരിക്കുന്ന അതേ വളപ്പിൽ തന്നെയാണ് ഏതുമുള്ളത്? കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ ഉള്ളത്, അതായത് പീച്ചി, തൃശ്ശൂർ. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആസ്ഥാനം വരുന്നത് കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കോട്ടയമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? മലബാർ എന്ന് പറഞ്ഞു അല്ലെ. ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലം. ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയെന്ന് ചോദിച്ചാൽ ഒളവണ്ണ, കോഴിക്കോട്. അതേസമയം ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലോടാണ്. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? പാലോട്, തിരുവനന്തപുരം ജില്ല. അതുപോലെ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരം. പൂജപ്പുര, തിരുവനന്തപുരം. അപ്പോൾ കേരള വനം വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമെന്ന് പറയാവുന്ന ചില ഈ പറഞ്ഞ കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചു വെക്കണം. കേരള വന ഗവേഷണ കേന്ദ്രം പീച്ചിയിലാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് സീഡ് സെന്റർ, കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ, അതും പീച്ചിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്ന 2 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് വാളയാറിലും അരിപ്പയിലുമാണ്. ഫോറസ്ട്രി മാനേജ്മെന്റിൽ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അത് PTP നഗറിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് ഒളവണ്ണ, കോഴിക്കോട്. ശരി, ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വനം വകുപ്പിൻ്റെ ചില പദ്ധതികളിലോട്ട് വരാം. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് നവകിരണം പദ്ധതി. എന്താണ് നവകിരണം പദ്ധതി എന്ന് ചോദിച്ചാൽ വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. ഇതൊരു പുനരധിവാസ പദ്ധതിയാണ്. അതായത് കാലങ്ങളായിട്ട് വനത്തിൽ താമസിച്ചു വരുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പുനരധിവാസ പദ്ധതി എന്ന് പഠിച്ചു വച്ചാൽ ചിലപ്പോൾ മാർക്ക് പോകും.
ആരെയാണ് പുനരധിവസിപ്പിക്കുന്നത് എന്നാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ആദിവാസി ഇതര വിഭാഗങ്ങളെ, ആദിവാസികളെ എന്നല്ല, ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് നവകിരണം പദ്ധതി. അപ്പോൾ നവകിരണം പദ്ധതി എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. വനത്തിനകത്ത് കാലങ്ങളായി താമസിച്ചു വരുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ സ്വമേധയാ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദിവാസി വിഭാഗം എന്നല്ല പറഞ്ഞത്, ആദിവാസി ഇതര വിഭാഗങ്ങളെ സ്വമേധയാ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വമേധയാ മാറ്റി പാർപ്പിക്കുന്നതിന്, പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? നവകിരണം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് സ്നേഹഹസ്തം പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. അതൊരു ആരോഗ്യ പദ്ധതിയാണ്. ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ്. വനം വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് ഏത്? സ്നേഹഹസ്തം പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് എൻ്റെ മരം പദ്ധതി. വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. കൂട്ടുകാർക്ക് അറിയാം, സ്കൂളില് പിള്ളേർക്ക് വൃക്ഷത്തൈകൾ വനം വകുപ്പ് നൽകാറുണ്ട് അല്ലെ? ആ പദ്ധതിയാണ് ഏത്? എൻ്റെ മരം പദ്ധതി. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകി വരുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? എൻ്റെ മരം പദ്ധതി. അതേസമയം നമ്മുടെ മരം പദ്ധതി എന്ന് പറഞ്ഞിട്ട് വേറൊരു പദ്ധതിയുണ്ട്. നമ്മുടെ മരം, അതായത് സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, അവിടെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു. ആ പദ്ധതിയാണ് സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്നതാണ് നമ്മുടെ മരം പദ്ധതി അല്ലെ? എൻ്റെ മരം പദ്ധതി എന്ന് പറയുന്നത് സ്കൂൾ വഴി നടത്തുന്ന പദ്ധതിയാണ്. കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ കൊടുത്തു വിടുന്ന പദ്ധതിയാണ്. അവൻ വീട്ടിൽ കൊണ്ടുവച്ച് അതിന് വെള്ളം ഒഴിച്ച് അതിന് വളർത്തിയാൽ അത് അവൻ്റെ മരമാണ്. അപ്പോൾ അതാണ് എൻ്റെ മരം. നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർക്കാർ കോമ്പൗണ്ടിലാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആവത്തില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ മരം പദ്ധതി എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഹരിതതീരം പദ്ധതി. ഹരിതതീരം പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കടലാക്രമണം അല്ലെങ്കിൽ ഈ പറഞ്ഞ തീരശോഷണം ധാരാളം ഈ പറഞ്ഞ കേരളത്തിന് സംഭവിക്കുന്നുണ്ട് അല്ലെ? കേരളത്തില് കടലാക്രമണവും അതുപോലെ തീരശോഷണവും ഒക്കെ ധാരാളം സംഭവിച്ചു വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറ്റിക്കാടുകൾ ഈ പറഞ്ഞ വളർത്തുക, അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ചെയ്യുന്ന ചില ശ്രമങ്ങളുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന്? വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ട്. അതിനെ പറയുന്നതാണ് ഹരിതതീരം പദ്ധതി. അപ്പോൾ കടലാക്രമണം കാരണമുള്ള തീരശോഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടൽ കാടുകൾ, കുറ്റിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? ഹരിത തീരം പദ്ധതി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വനശ്രീ പദ്ധതി. നല്ലൊരു പദ്ധതിയാണ് വനശ്രീ അല്ലെ? നമ്മൾ ആദിവാസി വനാവകാശ നിയമം പഠിച്ചിട്ടുണ്ട്. ആദിവാസി വനാവകാശ നിയമം 2006. ആ പറഞ്ഞ നിയമപ്രകാരം കാട്ടിനകത്ത് പരമ്പരാഗതമായിട്ട് താമസിച്ചു വരുന്ന വനവാസികൾക്ക് ലഘുവന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യാൻ അവകാശമുണ്ട് അല്ലെ? ലഘുവന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരമല്ലാത്ത ഈ പറഞ്ഞ ദുർബല സസ്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് കാട്ടിൽ നിന്ന് തേനെടുക്കാം, അതുപോലെ തന്നെ മെഴുകെടുക്കാം, ഔഷധ സസ്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും, ചൂരലോ മുളയോ പോലുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അവരെ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ, ആ വനം വകുപ്പ് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഏത്? വനശ്രീ അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ ആദിവാസികൾ ശേഖരിക്കുന്ന വന ഉൽപ്പന്നങ്ങൾ അത് ഈ പറഞ്ഞ അവരിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അവർക്കൊരു തുക കൊടുത്തുകൊണ്ട് അത് ഈ പറഞ്ഞ മറ്റു ചാനലുകൾ വഴി വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഏത്? വനശ്രീ എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ശബരീജലം പദ്ധതി. ശബരീജലം പദ്ധതി എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്. വനം വകുപ്പിൻ്റെ കുടിവെള്ള പദ്ധതി അറിയപ്പെടുന്നതാണ് ഏത്? ശബരീജലം. ശരി, അപ്പം നമ്മൾ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക്കാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് ഒരു 2 മാർക്കിൻ്റെ ചോദ്യമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഇനി പഠിക്കാൻ പോകുന്ന ഭാഗത്തുനിന്ന് ബാക്കിയുള്ള മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.